നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ്. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 ഫെബ്രുവരി മാസം 11-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അവരുടെ ജീവിതം കുറച്ചുകൂടി അവർക്ക് വളരെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇവർക്കുണ്ടാകുന്ന ചെറിയ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാര് ഈ 11-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഈ സാമ്പത്തിക കാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നിങ്ങൾ കടം കൊടുക്കുന്നത് അല്ലെങ്കിൽ കടം വാങ്ങിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് രണ്ടായാലും കൃത്യമായിട്ടുള്ള രേഖകൾ നിങ്ങൾ കൈവശം വെച്ചിരിക്കണം. ഇല്ല എങ്കിൽ ഇത് അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് അതൊരു അബദ്ധമായി മാറുന്നതാണ്. അതോടൊപ്പം തന്നെ ജാമ്യം നിൽക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരു സഹായം ചെയ്യുവാനായിട്ട് ജാമ്യമൊക്കെ നിൽക്കുമ്പോൾ അത് ഒരു പാര എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് നമുക്ക് തിരിച്ചടിക്കാവുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ജാമ്യം നിൽക്കുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒരു വലിയൊരു തമ്മിത്തല്ലിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഗ്വാദങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. അത് ഭാവിയിലേക്ക് നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. ഈ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് ജയിൽവാസം വരെയാണ് ഈ സമയത്ത് കാണുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ചില കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാം രേഖാപരമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. യാത്രകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. ചില യാത്രകളിലൊക്കെ നിങ്ങൾ ജോലി സംബന്ധമായിട്ടും ബിസിനസ് പരമായിട്ടുമൊക്കെയുള്ള യാത്രകൾ നടത്തുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു യാത്രയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാതെ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ചില ദുരിത അനുഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ചില സാമ്പത്തിക ഇടപാടുകളിലും ഈ അതിർത്തി തർക്കങ്ങൾ അല്ലെങ്കിൽ സുഹൃത്ത് തമ്മിലുള്ള തർക്കങ്ങൾ അതിലൊക്കെയുള്ള ഒരു ദുരിത അനുഭവങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതെല്ലാം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. കുടുംബത്തിലൊക്കെ ശുഭകാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ്. പക്ഷെങ്കിൽ ചില വിഘ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതുപോലെയുള്ള ചില മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുമ്പോൾ മനസ്സംനയം കൈവിടാതെ ഇരിക്കേണ്ടതാണ്. ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ ഫെബ്രുവരി ഒരു 20-ാം തീയതി കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മുക്തി ഉണ്ടാവുന്നതാണ്. സ്ഥാനലബ്ധിയൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ചില ഉദ്യോഗത്തിലുള്ളവർക്കൊക്കെ പ്രൊമോഷനൊക്കെ ലഭിക്കുന്നതാണ്. തൊഴിലന്വേഷകർക്കൊക്കെ തൊഴിലൊക്കെ ലഭിക്കുന്നതാണ്. വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് ഒത്തുവരുന്നതാണ്. ചില രോഗങ്ങളൊക്കെ നിങ്ങളെ പിടിപെട്ടിരുന്നൊക്കെ വിട്ടുമാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പൂർണ്ണമായിട്ട് മാറിയില്ല എങ്കിൽ പോലും അതിനൊരു പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. യാത്രകളിൽ വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരൊക്കെ ഈ ഫെബ്രുവരി 20-ന് ശേഷം ഒന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഫെബ്രുവരി 20-ന് ശേഷമാണെങ്കിൽ പോലും നിങ്ങൾ സാമ്പത്തിക ബാധ്യത ഈ മാസം നിങ്ങൾ വരുത്തി വെക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ മാസം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് യാതൊരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഉള്ളത് കൊണ്ടൊക്കെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഭാവിയിലേക്ക് അത് വളരെ നല്ലതായിരിക്കും. ആർഭാടത്തിനോ ആഡംബരത്തിനോ ഒന്നും പോകാതെ ഇരിക്കുക. ഇത്രയും പറയുന്നത് കേട്ടിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ശ്രദ്ധിക്കാതെ പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ മറ്റൊരു മതസ്ഥരാണെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്ന ആ ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. കാരണം താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. കാരണം ഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും വരുന്നത് നമ്മളുടെ കയ്യിലല്ല. അത് പ്രപഞ്ചത്തിന്റെ ഒരു സമ്മാനമാണ് നമ്മൾക്കായിട്ട് തരുന്നത്. അതിനെ ദൈവമായിട്ട് കരുതുക, വിശ്വസിക്കുക, പ്രവർത്തിക്കാനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക.
എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും പുണ്യമായിട്ടുള്ള കർമ്മം അന്നദാനമാണ്. ഒരാൾക്കെങ്കിലും അന്നദാനം ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.